കുറുമയാണ്. ഇത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇപ്പോൾ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചു. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർക്കാം. ഒരു വലിയ പൊട്ടറ്റോ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, അത് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ക്യാരറ്റ്, അതും ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. 10 ബീൻസ് ഇതേപോലെ കട്ട് ചെയ്തത്. പിന്നെ കുറച്ച് കോളിഫ്ലവർ, അത് നേരത്തെ തിളച്ച വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചതാണ്. ഇനി ഒരു 6 or 7 ചെറിയ ഉള്ളി, ചെറിയ നെടുക ഇങ്ങനെ കീറിയിട്ട് അതുകൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമുള്ളത് ഒരു ബേ ലീഫാണ്, അത് മുറിച്ച് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമുള്ളത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. ഒരു വിസിൽ കേട്ടാൽ മതി. ഒരു വിസിൽ കേട്ടിട്ട് ഓഫ് ചെയ്യണം. നമുക്കിതിന്റെ അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു 4 ചെറിയ ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി ചെറുത്, 1 പച്ചമുളക് എരിവുള്ളത്, കുറച്ച് കറിവേപ്പില, 2 ഗ്രാമ്പു, 5 or 6 കുരുമുളക്, ഈ തക്കോലത്തിന്റെ 2 ഇതള് മാത്രം, പട്ട, കുറച്ച് പട്ട, 2 ഏലക്ക, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ അരച്ചിട്ട് കാണിക്കാം. കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് നല്ലതുപോലെ. ഇതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ അരയ്ക്കുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ഇതിൽ 4 അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്താണ് അരച്ചത്. ഇഷ്ടമില്ലാത്തവർക്ക് അത് അരയ്ക്കണ്ട, പക്ഷെ അത് കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടും. ഇനി ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് കുറച്ചൊന്ന് കുറുകി വരണത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറി ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഉപ്പും കണക്കിനുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇടാം. തീ നല്ലപോലെ കുറച്ച് വെച്ചു. ഇനി ലാസ്റ്റ് ഇതിലേക്ക് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കലക്കിയതിന് ശേഷം അടച്ചു വയ്ക്കും. ഗ്യാസ് ഓഫ് ചെയ്യും. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് കഴിക്കാൻ. ഇത് ഇടിയപ്പത്തിന്റെ കൂടെ, അപ്പത്തിന്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും.